ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ 2 ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ട്. അപ്പോൾ ഇച്ചിരി ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നാണ് എനിക്കൊരു കേക്കിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പണികളും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു മിനി വ്ളോഗ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പം നമുക്കാണെങ്കിൽ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1 kg കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സ്പഞ്ച് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആട്ട ഉച്ചയ്ക്കത്തെ കുഴച്ച് ഞാൻ റെഡിയാക്കി മാറ്റി വെക്കും കേട്ടോ. മക്കൾക്കൊക്കെ ആണെങ്കിൽ ആണ് അവർക്ക് കഴിക്കാൻ, തണുത്ത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചോക്ലേറ്റ് ഗനാഷിന് എപ്പോഴും റേഷ്യൂ കാണിക്കുന്ന ഞാൻ കേട്ടോ, പറഞ്ഞു തരുന്നതോ പിന്നെ കാണിച്ചിട്ടുമുണ്ട് ഞാൻ. എന്നാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് എൻ്റെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി 1/2 കിലോയുടെ പാക്കറ്റ് എടുത്തതുപോലെ ഉണ്ടാക്കി എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് ചോക്ലേറ്റ് കേക്കിനൊക്കെ ഓർഡർ വരും, നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലേറ്റായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു 15 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നാളെ എനിക്കാണെങ്കിൽ ഒരു ബോംബുലോനിയുടെ 5 ബോംബുലോനി ന്യൂട്ടല്ല ബോംബുലോനിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സ്പഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 500 ഗ്രാം ഞാനാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 250 ml ഞാനാണെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡബിൾ ബോയിൽ മെത്തേഡ് നമുക്ക് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്ല ലംസോ ചോക്ലേറ്റ് മെൽറ്റ് ആയ വല്ല ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ പാത്രമൊക്കെ ഉള്ള കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ക്ലീനിങ് ഒക്കെ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്നില്ലേ, അപ്പോൾ ആണെങ്കിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇപ്പം മഴ സമയത്ത് ഈച്ചയൊക്കെ അരിക്കാനൊരു ചാൻസ് കൂടുതലുണ്ട്. എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, അടിച്ച് വാരി തുടച്ച് തുണി ഇളക്കി ഞാൻ കുളിക്കുകയും എല്ലാം പരിപാടിയും കഴിഞ്ഞു. ഉച്ചയ്ക്ക് മക്കൾക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. 2 മണിയായി, കണ്ടില്ലേ ഞാൻ ഫ്രീ ആയി. രാവിലെ 5 മണി എണ്ണിക്കുമ്പം എൻ്റെ പണി തുടങ്ങുന്നതാണ് കേട്ടോ. കേക്കിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ കിടക്കാനും സമയം കിട്ടില്ല. വേണ്ട, ഉച്ച സമയമാകുമ്പോൾ ഞാൻ കേക്ക് റെഡിയാക്കി കൊടുക്കും. 6 മണിയാകുമ്പോൾ എനിക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കേക്കിൻ്റെ റെസിപ്പീസ് കാണിക്കുവാണെങ്കിൽ ഒത്തിരി വീഡിയോ ഒത്തിരി ലെന്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് കാണിക്കാൻ ഞാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇത് തിക്ക് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയർ വരെ ആക്കാം കേട്ടോ ഇതിൻ്റെ. പിന്നെ അവർക്ക് ഒത്തിരി ക്രീമൊന്നും വേണ്ടാത്ത കാരണം കൊണ്ട് ഞാൻ എപ്പോഴും കുറച്ചേ ഞാനിങ്ങനെ, എന്ന് വെച്ചാൽ ക്രീം വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ടേ ലെയർ വെക്കാറുള്ളൂ. എല്ലാ കസ്റ്റമർക്കും ഒരുപോലെ തന്നെയാണ് വേണ്ട കേട്ടോ, അതുകൊണ്ട് എക്സ്ട്രാ ലെയറൊന്നും കട്ട് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സമയം 4 മണി ആവാറായി കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ഇനി പണി തുടങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ക്ഷീണിക്കും, ഒന്നും ഉണ്ടാക്കാൻ നമുക്കൊന്നും തോന്നത്തൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ചോറും വെച്ച് ഇച്ചിരി മോരും കാച്ചി മുട്ടയും വറുത്ത് പിന്നെ ആണെങ്കിൽ ചമ്മന്തി മാങ്ങ ഇരിപ്പുണ്ട്, പച്ചമാങ്ങ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിയിലേക്ക് നമുക്കാണെങ്കിൽ 4 വറ്റൽമുളക് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ ചെയ്തത്, ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി 5-6 പിന്നെ പച്ചമുളക്, പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണേ ആഡ് ചെയ്യാനായിട്ട്. ഞാനൊരു പകുതി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പകുതി ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണെങ്കിൽ തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചിടങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു പകുതി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ എരിവ് നമുക്ക് അധികം താല്പര്യമില്ലെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല അതിനകത്ത്. നമുക്കകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ചമ്മന്തി മോര് കാച്ചിയതും മുട്ട വറുത്ത് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ രാത്രിയിലത്തെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നതുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.